ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു തആല സിറഹുൽ തങ്ങളുടെ നാമധേയത്തിലുള്ള റാത്തീബാണ്. റജബിലേക്ക് വെക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. അതാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. റജബ് എന്ന് പറഞ്ഞാണെങ്കിൽ ഒരുപാട് മഹത്തുക്കൾ വിട പറഞ്ഞ മാസമാണ്. 6-നാണ് അത്ത റസൂൽ ഖ്വാജ മുഹമ്മദ് ചിശ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിറഹുൽ തങ്ങൾ. റജബ് മാസത്തിലാണ് റിഫായി തങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റജബുൻ ഷഹറുല്ലാഹ് തുസബ്ബു ഫീഹിൽ ബറക്ക, ഒരുപാട് ബറക്കത്ത് ചുരുക്കപ്പെടുന്ന മാസമാണ്. കുടുംബത്തിന് നന്നായിട്ട് ചെലവഴിക്കേണ്ട മാസമാണ് റജബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ ബറക്കത്ത് കിട്ടുന്ന കൂട്ടത്തിൽ നമ്മളെയും നമ്മൾ ആശ്രയിച്ച് കഴിയുന്ന എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ ഈ മാസം നടത്തുമ്പോഴും അതിന് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് ഉസ്താദ് സമർത്ഥിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. ചില തസൗഫിൻ്റെ സൂഫിസായിട്ട് ബന്ധപ്പെട്ട ചില കിതാബുകളൊക്കെ കണ്ടിട്ടുണ്ട്. അഥവാ ജുമാദുൽ ആഖിറിലൊക്കെ രോഗം വന്നിട്ട് അതൊരു മർദുൽ മൗത്താണെന്ന്, ലാസ്റ്റ് ഘട്ടമാണെന്നൊക്കെ മനസ്സിലാക്കിയ മഹത്തുക്കൾ പടച്ചോനെ റജബിലേക്ക് നീക്കി തരണം എന്ന് ദുആ ചെയ്തതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അഥവാ റജബ് അത്രയും പവിത്രമായ. ഉപ്പ വഫാത്തായത് ജുമാദുൽ 12 റിഫായി ദിനത്തിൻ്റെ അന്നാ. ഉപ്പാൻ്റെ ഉപ്പ ഉറക്ക ആലിമീങ്ങളായിരുന്നു. അവർ റജബ് 21 വഫാത്തായത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ആക്കിയിട്ടാണ് അവരൊക്കെ പോയിട്ടുള്ളത്. അല്ലാഹു തആല അതുപോലത്തെ നല്ല ആഖിബത്ത് നമുക്കൊക്കെ അല്ലാഹു നൽകുമാറാവട്ടെ. കുറഞ്ഞ ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം പിരിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാ ഹളറത്ത് റൂഹി സയ്യിദിന വ മൗലാന വ ഷഫീനൽ മുജ്തബ മുഹമ്മദിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ദിക്റ ഇത് എല്ലാ തുറുക്കിലും ഉണ്ട്. ഷാദുലി, റിഫാഇ, ഖാദിരിയ, ഇനി ഏതിൽ ബർസാനിയൻ്റെ നോക്കാനൊക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ദിക്ർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട്, വലിയ സൂഫി വര്യനാണ്, മഹാനവർകളോട് ഒരാൾ വന്ന് ചോദിച്ചു, നാട്ടിൽ വല്ലാത്ത ദാരിദ്ര്യമാണ്, ഒരു രക്ഷയില്ല, ദുആർക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലാൻ പറഞ്ഞു. ഫസ്തഗ്ഫിർ റബ്ബക, എൻ്റെ റബ്ബിനോട് നീ പൊറുക്കലിനെ തേടാൻ തന്നെ. വേറൊരാൾ വന്ന് പറഞ്ഞു മക്കളില്ല, അത് ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഓരോടും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലാൻ പറഞ്ഞു. വേറൊരാൾ വന്ന് പറഞ്ഞു പിന്നെ മഴ കിട്ടുന്നില്ല തങ്ങൾ, അതുകൊണ്ട് ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നാണ്. ഈ 3 ആൾ 3 ഘട്ടങ്ങളിലായി വന്നപ്പോൾ കൊടുത്തൊക്കെ ഒരേ മറുപടി. അപ്പോൾ അവിടുത്തെ ഖാദിമി ചോദിച്ചാൽ എന്താ തങ്ങൾ എല്ലാത്തിനും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഫഖുൽ അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും ബിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. ആയത്തോതി കൊടുക്കുക ചെയ്തത്. സിഫാറ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കുന്ന റബ്ബിനെ പൊറുക്കലിന് പുറത്തു കൊണ്ട് അല്ലാ, നിന്നോട് പൊറുക്കലിനെ തേടുന്നു അല്ലാ. തിരിച്ച് നമുക്ക് കിട്ടുന്നത് മക്കളെ കിട്ടുന്നു, മഴ കിട്ടുന്നു, സമ്പത്ത് കിട്ടുന്നു, എല്ലാം കിട്ടുന്നു. അത്രയും പവിത്രമായ ദിക്റാണ്. അതാണ് സാദാത്യങ്ങളൊക്കെ എപ്പോഴും ദിക്ർ ഹൽക്ക തുടങ്ങുന്നതിന് മുമ്പ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചെല്ലുന്നതിൻ്റെ പൊരുൾ. അള്ളാഹു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. മനസ്സിൽ തട്ടിക്കൊണ്ട് ഒരാളെയും ബോധ്യപ്പെടുത്താൻ നമ്മളിവിടെ ഇരിക്കുന്നില്ല. ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഭക്ഷണം ആഗ്രഹിച്ചോ വന്നവരല്ല. നമ്മളെ ഖൽബ് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ബിസ്മില്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം
أستغفر الله العظيم 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 الذي لا إله إلا هو الحي القيوم وأتوب إليه اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم جددوا إيمانكم ونبروا قلوبكم بقول لا إله إلا الله فإنها تهدم الذنوب هدما لتدخلن الجنة كلكم إلا من أبى وشرد أن الله شروط البعير النهل فأكثروا من قول لا إله إلا الله من قبل أن يحال بينكم وبينها فإنها كلمة الإخلاص وهي كلمة التقوى وهي الكلمة الطيبة وهي ثمن الجنة إن لله تبارك وتعالى عمودا من نور بين يدي العرش فإذا قال العبد لا إله إلا الله اهتز ذلك العمود ويقول الله تبارك وتعالى اسكن فيقول كيف أسكن وأنت لم تغفر لقائله فيقول قد غفرت له فيسكن عند ذلك ليس على أهل لا إله إلا الله وحشا في قبورهم ولا في النشور كأني أنظر إليهم عند الصيحة ينفضون رؤوسهم من التراب يقولون الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور കുറച്ച് ചെല്ലിയാൽ മതി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കലിമത്ത് കുറച്ച് ചെല്ല അള്ളാഹു ഇത് ചെല്ലി മരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. എന്താണോ നമ്മൾ ചെല്ലുന്നത് അതാണല്ലോ ചുണ്ടിൽ വരിക. ഒരാളെ സ്ഥിരമായിട്ട് തെറിയാണ് പറയുന്നതെങ്കിൽ ആരെ കണ്ടാലും തെറി, അതിൽ സാദാത്യങ്ങളോ ആലിമീങ്ങളോ ഒന്നുമില്ല, അയാൾ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹു അനുഗ്രഹമായി തന്ന നാവ് കൊണ്ട് ചുണ്ടുകൊണ്ടും നല്ലത് ചെല്ലാനും നല്ലത് പറയാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാണ്. അപ്പോളേ അള്ളാഹു നമ്മളെ നാവിന് അസറ് തരും, അതാ ഫലം തരും. നമ്മളൊരാളെ ഒന്നും മന്ത്രിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു മസ്ലഹത്തിൽ ഇതിൽ വിവിധ മേഖലയിലുള്ള ആളുകളെ
ഒരു മസലത്തിൽ നമ്മൾ ഇടപെട്ടാൽ ഹൈറിൻ്റെ വഴി അപ്പം അല്ലാഹു നമുക്ക് ഇങ്ങോട്ട് തോന്നിച്ചാൽ നമ്മൾ നാവിലൂടെ അത് വരുത്തുകയും ചെയ്യും, അത് അവിടെ ഉള്ള ആളുകൾ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ദിക്ർ ചൊല്ലിയിട്ട് നാവിനതൊക്കെ റബ്ബേ നീ അനുഗ്രഹമായി തന്ന നാവ് കൊണ്ട് നല്ലത് ചെല്ലാൻ, നല്ലത് പറയാനും ഞങ്ങൾ ഖബറിൽ കിടക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള നമുക്ക് പരമ്പര പുണ്യം നൽകണേ അല്ലാഹ്, തൗഫീക്ക് നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു 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 لا إله إلا الله 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 لا إله
إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله ذاكر بالميل يمنى ثم شمالا هللا في كل حال وهو لا زال لا إله إلا الله جل جلاله محمد رسول الله بدر كمالا മുന്നാദിയായി ഹുസ്നാൽ ദുആയിരക്കുന്നതായി അന്തൽ മുജീബമൈ സായിലായി സല്ലിം ബിലുതുഫിക യാ സലാം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് شيخ الفاخر بغداد عبد القادر محيي لدين القادر سلم بلطفك يا سلام لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بحق غوث من عالية عارف دام سلطانية أحمد الكبير رفاعية سلم بلطفك يا سلام لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وبحق شيخ الكامل أبي الحسن الشاذلي من كل علل نجل سلم بلطفك يا سلام لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ശരീരത്തിനെയും മനസ്സിനെയും തളർത്തിക്കളയുന്ന എല്ലാ രോഗങ്ങളും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. 13 തവണ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, അത് 13 വട്ടം ബിസ്മില്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 മുഹമ്മദ് 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 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിഫായി ശൈഖ് തങ്ങൾ തവസ്സുലാക്കിയിട്ടുള്ള ബൈത്ത് കുറച്ച് ചൊല്ലിട്ട് ഇൻഷാ അല്ലാഹ് സാദാത്യങ്ങൾ ദുആ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു ആജിലായ കാമിലായ ശിഫ നൽകുമാറാവട്ടെ. അതിന് ഏറ്റവും നല്ല ഒന്നാണ് റിഫായി ശൈഖ് തങ്ങൾ അവിടുത്തെ തുറുക്കിലെ അവിടുത്തെ സരണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇജാത്ത് സുമ്മിൻ്റെ ഇജാത്ത്, അഥവാ വിഷനിവാരണത്തിനുള്ളൊരു ഇജാത്തുണ്ട്. ചില പ്രത്യേകമായ ദിക്റുകളും അതിൽ ചില ഔറാദുകളൊക്കെ പതിവായി ചെല്ലേണ്ടതൊക്കെ ഉണ്ട്, അല്ലാത്തതുകൊണ്ട്
അപ്പോൾ ശുദ്ധജലത്തിൽ കല്ലുപ്പിട്ട് കൊണ്ട് മന്ത്രിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പിടാണ്ട് മന്ത്രിക്കുന്നുമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഉസ്താദന്മാരും സയ്യിദന്മാരൊക്കെ ഉണ്ടാവും. ഇത്തരം രോഗമുള്ള ആളുകൾക്ക് അത് മന്ത്രിച്ചു കൊടുത്താൽ അത് വളരെ ഫലപ്രദമാണെന്നല്ല യാതൊരു സംശയമില്ല. സുമ്മ് എന്നുള്ളത് നമ്മളൊരു നിരുപാധികം പറയുന്നതാണ്, മുത്തലക്കായിട്ടുള്ളൊരു ഉപയോഗമാണത്. അതെന്തിനും ഫുഡ് പോയ്സൺസിന് പറ്റും, ഇതുപോലെ ക്യാൻസറിന്, ബ്ലഡ് ക്യാൻസറിനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന റിഫായ് ഷേഖ് തങ്ങളെ തുറക്കിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ, ഹോസ്പിറ്റലിൽ കാണിക്കണതല്ല. അതോടൊപ്പം ഇതിന് പറ്റിയൊരു സംഗതിയാണെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ബൈത്തിലേറ്റ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ. അല്ലാഹു 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 മലത്തും ഫുആദി ഫസാറൽ ഹവാ ഇലൈക്കും റകീബുൻ റകീബുൻ റകീബ് അല്ലാഹു 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 ലാ തഖ്തുലൂനി കദാ അമീദാ ലിഅന്നി ഗരീബുൻ ഗരീബുൻ ഗരീബ് അല്ലാഹു 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 ഇൻ കാന ലാ ബുദ്ദ മിൻ ഖാതിലി فهذا عجيب 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 عليك صلاة عليك سلام إليك الحبيب حياة النبي فصار المهيب كثير البكاء ودمي صبيب صبيب صبي عليك صلاة عليك سلام إليك الحبيب حياة النبي يا معشوق تاج الأولياء الله يا قطب الأقطاب يا رفاعي الله يا معشوق تاج الأولياء الله يا قطب الأقطاب يا رفاعي الله بسم الله سيدنا ابتدينا الله أنا الشيخ سيد رفاعي الله يا معشوق تاج الأولياء الله يا قطب الأقطاب يا رفاعي أتانا الشيخ قطبا في الزمان الله سماه محمد قاسمي
تاج الأولياء الله يا كتب الأقطاب يا رفاعي فصار البلد علم القرآن الله علم العلم محمد قاسمي الله يا معشوق تاج الأولياء الله يا كتب الأقطاب يا رفاعي الله 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 كريم الله الله رحيم الله سيد أحمد الكبير سلطان أولياء يا حليم الله الرفاع الكبير أحمد غوث الفقير الله سيد أحمد البشير ذكره في الخلق شاعي الله 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 كريم الله 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 رحيم الله سيد أحمد الكبير سلطان أولياء يا حليم الله شيل اللاقط واللقطاب يا ساكين البغدادي الله شيل اللاغوث الأعظام عبد القادر الجيلاني الله شيل الله قطب الأقطاب يا ساكين البغدادي الله شيل الله غوث الأعلام عبد القادر جيلاني الله في الثبيلية ساكين حبذا تلك المساكين الله من جبال صيد ساكين نيل عز وارتفاعي الله شيل الله قطب الأقطاب يا ساكين البغدادي الله شيل الله غوث الأعلام عبد القادر جيلاني الله جل جلالك يا مولا يا مولا يا مولا الله نحن عبيدك لا تنسى لا تنسى لا تنسى الله جل جلالك يا مولا يا مولا يا مولا الله نحن عبيدك لا تنسى لا تنسى لا تنسى شيل الله يا شيخ حاضر حاضري يا محي الدين شيخا سيدنا يا شيخ حاضر حاضري يا رفاعي الله شيل الله يا എഴുന്നേൽക്കാൻ പറ്റുന്നവരൊന്നാ മതി. شيخ حاضر حاضري يا محي الدين شيخ سيدنا يا شيخ حاضر حاضري يا رفاعي الله فأغثنا وأجرنا حاضري
روسي حاضري يا رفاعي الله بصراء رأي الولاية حاضري يا محيي الدين المدد يا عيد روسي حاضري يا رفاعي الله إني عبيد فقير حاضري يا محيي الدين أرجو حماك الحقير حاضري يا رفاعي الله شيل إلا يا شيخ حاضر حاضري يا محيي الدين سيدنا يا شيخ حاضر حاضري يا رفاعي الله 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 يا شيخ الله 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 أحمد الكبير شيل الله يا مولا الله 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 يا شيخ الله 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 أحمد الكبير شيل الله يا مولا അല്ല അതബോട് കൂടി രണ്ട് ബീത്തില്ല മതി. പക്ഷെ എൻ്റെ ജവാബ് എല്ലാവരും ഈ പറഞ്ഞ ഈ പാടിയ ജവാബ് എല്ലാവരും ഏറ്റ് ചെല്ലുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്താക്കുമാറാവട്ടെ. അദബാണ് ഈ മശായിഖന്മാരായിട്ട് പിന്തുടർന്ന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടി ഡിസിപ്ലിൻ അദബ്. അത് നമുക്ക് പൊന്നാനി സിലബസിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അവിടുത്തെ അതിക്കയിൽ ഇന്നത്തെ സവ്വഫ കുല്ലഹു ലഹു വൽ അദബ്. അദബാണ് ഏറ്റവും ഇപ്പോൾ ഡിസിപ്ലിൻ. അദബ് എന്നുള്ളത് നിങ്ങൾ അറബിയിലൊന്ന് നിങ്ങളെ മനസ്സുണ്ടെന്ന് എനിക്ക് അലിഫ് ദാല് ബ അദബുൻ. നമ്മൾ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കുന്ന അദബുൻ, മര്യാദ, ഡിസിപ്ലിൻ, അച്ചടക്കം എന്നൊക്കെ ഇതിനെ പറയാം. അദബുൻ എന്നുള്ളത് നിന്ന് തിരിച്ചിട്ട് നോക്കുക നിങ്ങൾ, ബദ് എന്ന് വരിക. അഥവാ ഒരാളുടെ അച്ചടക്കം വേണ്ട തുടക്കത്തിൽ വേണം ബദ്. ഒന്നുകൂടി നിങ്ങൾ തിരിച്ചിട്ട് നോക്ക്, ബദ് എന്നുള്ളതൊന്ന് ഒന്നുകൂടി തിരിച്ചിട്ട് നോക്ക്, ദ ഇബിന് കിട്ടും. ദ ഇബൻ ഒരേ സെയിം അക്ഷരം തന്നെ, ദ ഇബൻ. അഥവാ അത് ചര്യയാക്കണം. അതൊന്നും കൂടിയും തിരിച്ചിട്ട് നോക്ക് നിങ്ങൾ, അബദൻ. ഏതുവരെ? മരണം വരെ ഉണ്ടായിരിക്കും. ഡിസിപ്ലിൻ ആയിരിക്കണം. അതായത് നമ്മൾ സൂക്ഷിക്കേണ്ട നാവിനെ നമ്മൾ സൂക്ഷിക്കണം. അത്രയും ഭദ്രമായിട്ടാണ് അല്ലാഹു തആല നാവിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ VVIP ഈ സെറ്റ് കാറ്റഗറിയിലാണ് നാവിന് അല്ലാഹു പടച്ചു വെച്ച്. നോക്ക് നിങ്ങൾ, നാവിലേക്ക് ഒരാൾക്ക് അങ്ങോട്ട് അടക്കണമെങ്കിൽ ആദ്യം ചുണ്ട്, അത് കഴിഞ്ഞിട്ട് മീശയാകുന്ന വലിയ മുള്ളുവേലി കൊണ്ട് ഇതാക്കി, അത് കഴിഞ്ഞ് ചുണ്ട് കഴിഞ്ഞ് പിന്നെ അതിനേക്കാൾ അപ്പുറമുള്ള പല്ല് കൊണ്ട് കെട്ടി അതിൻ്റെ ഉള്ളിലുള്ള വസ്തുവാണ് ഈ നാവ് എന്നുള്ളത്. അതിനെ സൂക്ഷിച്ചോ സ്വർഗം കിട്ടും. നോക്കുക, അത് ആലിമീങ്ങളെയോ അല്ലാത്തവരെ കുറ്റം പറയാനല്ലോ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. തസവ്വുഫ്, സൂഫി എന്ന് പറഞ്ഞതിന് ഇമാം അബ്ദുല്ലാഹി ലാഫി റളിയല്ലാഹു തആല കൊടുത്ത ഡെഫിനിഷന്, നിർവചനം, സഫിയുൽ ഖൽബ്, ഹൃദയം തെളിഞ്ഞ ആളുകൾക്കാണ്. ഹൃദയത്തെ തെളിച്ചമുണ്ടാക്കാനുള്ള വഴിയാണ് മഹാന്മാരുടെ വഴി. അത് ആ നാവ് കൊണ്ട് കുറ്റം പറയാൻ, ആലിമീങ്ങളെയോ സാദാത്യങ്ങളെയോ കുറ്റം പറയാനുള്ളതല്ല ആ നാവ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലേ, ഹബീബിന റസൂലുള്ളാഹി അദ്ദബനി റബ്ബി
എൻ്റെ റബ്ബ് എന്നെ നന്നായിട്ട് അതുപോ പഠിപ്പിച്ചു. വഹസന ഖുലുഖി, എൻ്റെ സ്വഭാവം അല്ലാഹു തആല നന്നാക്കി. ഈ ബ്രഷ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ, അതും സ്വഭാവവും രണ്ടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. പല്ല് വെക്കുക, നമ്മളെ സ്വഭാവം ഒന്ന് എടുത്ത് നോക്ക്. രണ്ടും രണ്ട് അന്തരാന്നാണ് തോന്നുക. പക്ഷേ ഞാൻ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ടും ഒന്നാന്ന്. ഞാനിപ്പോൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്തു, ഇന്ന് ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിലോ ഉറക്കത്തെ എഴുന്നേറ്റ് ഇന്ന് ഫുള്ളില്ല. ഒരാളോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ആലോചിച്ചൊക്കെ. അപ്പോൾ എന്തൊക്കെ അയാൾ ചങ്ങായി തീരെ പല്ലേക്കൂല എന്നല്ലേ ഹബീബിന റസൂലുള്ളാഹി ലൗല അൻ അഷുഖ അലാ ഉമ്മത്തി ലഅമർതും ബിസ്സിവാക് ഇൻദ കുല്ലി വുളൂഇ. എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ പ്രയാസം അല്ലെങ്കിൽ ഞാൻ അവരെപ്പോൾ ഒന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോഴൊക്കെ മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുകയായിരുന്നു. നിർബന്ധിത കൽപ്പന ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയത്. നോക്കുങ്ങൾ ഇതുപോലെ തന്നെയല്ലേ എല്ലാ ദിവസവും നല്ല സ്വഭാവത്തിൽ പിറ്റേ ദിവസം അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഒരാളെ പച്ചത്തെറിയിട്ട് പറഞ്ഞെങ്കിൽ കഴിഞ്ഞ ആ സ്വഭാവങ്ങളൊക്കെ ബാത്തിലായില്ലേ? ഇത് രണ്ടും ഒരുപോലല്ലേ വരുന്നത്? ഒരു ദിവസം ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ തൊള്ള അണക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം തെറി പറഞ്ഞാണെങ്കിലോ ആ തൊള്ളോണ്ട് പിന്നെന്താക്കാം? അപ്പം അതുവരെയുള്ള സ്വഭാവങ്ങളൊക്കെ ബാത്തിലായി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് അദ്ദബനി റബ്ബി വഹസന ഖുലുഖി അല്ലേ? അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു തആല അൻഹു ഈ സൂഫി ശാസ്ത്ര ശാഖകളിൽ ഒരുപാട് ഗ്രന്ഥരചന നടത്തിയ മഹാമനീഷിയാണ്. അവരുടെ കിതാബിൻ്റെ തുടക്കത്തിൽ തന്നെ എല്ലാ കിതാബിലും ഹംദ് കൊണ്ട് തുടങ്ങി വസ്സലാത്തു വസ്സലാമു അലാ റസൂലി റബ്ബിൽ ആലമീൻ അങ്ങനെ അങ്ങനെ കൊടുക്കുക. എന്നാൽ അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു തആല അൻഹു തൻ്റെ അൻവാറുൽ ഖുദ്സിയ്യ എന്ന് പറഞ്ഞ സൂഫിസുമായിട്ട് ബന്ധപ്പെട്ട കിതാബിൻ്റെ തുടക്കത്തിൽ കൊടുത്തത് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുതഅദ്ദിബീൻ എന്നാണ് കൊടുത്തത്. ഓ എന്താ പദപ്രയോഗം! അദബിൻ്റെ നേതാവിൻ്റെ മേല്, അദബ് പഠിപ്പിച്ച് തന്ന നേതാവിൻ്റെ മേല് സ്വലാത്തും സലാം ഉണ്ടാവട്ടെ. അതാരാ പഠിപ്പിച്ചത്? ഹബീബിന റസൂലുള്ളാഹി. ജൂതൻ്റെ ശവം കൊണ്ടുപോകുന്ന സമയത്തല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നപ്പോൾ സഹാബി അടിച്ചിട്ട് എന്തിനാ എഴുന്നേൽക്കുന്നത്? ജൂതൻ്റെ അല്ലേ? അയാൾ മനുഷ്യനല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ ഒരാൾക്ക് അങ്ങോട്ട് പോയി സലാം കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെയാണ് നന്നാവേണ്ടത്. എൻ്റെ ഇവിടെ നന്നായിട്ടില്ലെങ്കിൽ എനിക്ക് തങ്ങളെ കണ്ടാണെങ്കിൽ എനിക്ക് തെളിയില്ല. എന്ത് തങ്ങളുടെ നമുക്ക് എനിക്ക് ഈ വീഡിയോ പിടിക്കുന്ന ഈ മക്കളെ കണ്ടാൽ എനിക്ക് തെളിയില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് അപ്പം അള്ളാഹു തആല നമുക്ക് വിശാലത തരും. എന്ത് ഒരാളോട് കൈ കൊടുക്കുമ്പോൾ തന്നെയല്ലേ എങ്ങനെയല്ലേ നമ്മൾ കൈ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനർജിയാണല്ലോ കൈമാറുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? അക്യുപങ്ക്ചറൊക്കെ ചെയ്യുന്ന ആളുകൾ ഇതാ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ പോസിറ്റീവ് എനർജി ആരിലാണോ ഉള്ളത് അത് ഇങ്ങോട്ടേക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കൊണ്ട് രണ്ട് വരി ആ ബൈത്തിലിട്ട് ഇൻഷാ അല്ലാഹ് ദ്വാരക്കാം. നഹ്നൂ നബ്തുൻ ആൻ തഗീസു വറഅയ്നാ ദൂന റഈ يا شيخا لم نخف وأن تليس المدد يا بنا رفاعي يا مولا الله الله ما
മാറാവട്ടെ. ഈ പരിപാടിയിലേക്ക് ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, ബുദ്ധിപരമായി സഹകരിച്ച ആരൊക്കെ ഉണ്ടോ അള്ളാഹു തആലയ്ക്ക് റഹ്മായ പ്രതിഫലം നൽകട്ടെ. മക്കളില്ലാത്തവർക്ക് റഹ്മാൻ റിഫായി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ റാഹത്തുള്ള മക്കളെ നീ നൽകണേ അല്ലാഹ്. റാഹത്തുള്ള മക്കളെ നീ നൽകണേ. വബിക്കും നുഅത വനുദഫ മിൻ മുലിമാത്തിൽ ബിഖായ് റബ്ബന ഫീനാ ഫശഫിഅഹു യാ നിഅമ അൻതറായി. നമ്മളുപ്പാപ്പാരെ ബർക്കത്തുകൊണ്ട് നീ റാഹത്തുള്ള മക്കളെ നീ നൽകണേ അല്ലാഹ്. യാ മുസവ്വിറു എന്നുള്ള ദിക്ർ നല്ലതാണ്, 336 വട്ടം ചെല്ലുന്നത്. അപ്പോൾ അത് സന്താനോൽപാദനത്തിന് നല്ലതാണെന്ന മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അസ്മാഉൽ ഹുസ്നയിൽ ഓരോ ദിക്റും ഒരുപാട് പ്രത്യേകത ഉണ്ട്. യാ മുസവ്വിർ ഒന്നിച്ച് ചെല്ലണമെന്നില്ല, സാധിക്കുന്ന രീതിയിൽ ഭാര്യയും ഭർത്താവും കൂടി ചെല്ലിയാൽ അത് പെട്ടെന്ന് ഫലം കിട്ടുമെന്നുള്ളതാണ്. റഹ്മാന് അതുപോലെ ഗർഭിണികൾക്ക് മുഹമ്മദ് ഖാസിം വലിയുള്ള തങ്ങളുടെ ബർക്കത്തുണ്ട് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. ക്യാൻസർ ബാധിച്ചവർക്ക് ഇനി ആജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായി പ്രയാസപ്പെടുന്നവൻ്റെ ഈ കാമിലായ ശിഫ നീ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി നമ്മുടെ പൂർവികരായ ഈ റാത്തീബ് സ്ഥാപിച്ച ആളുകളൊക്കെ നേരത്തെ മൺമറഞ്ഞു പോയവർക്കൊക്കെ വേണ്ടിയിട്ടൊരു ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഇലാ ഹളറത്തിൽ നബിയിൽ ബാപ്പുട്ടി വൈദ്യരാണ് ഇത് സ്ഥാപിച്ചത്. അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിനെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ബാപ്പുട്ടി വൈദ്യര് വൈദ്യം എന്നുള്ളത് അതൊരു ജനസേവനം കൂടിയാണ്. നമ്മൾ ചില ജോലികൾക്കൊക്കെ ജോലി എന്താണെന്ന് ജോലി എന്നല്ല പറയുക, സേവനം ചെയ്യാന്ന്. അവർ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നൊന്നല്ല, അധ്യാപകനായിട്ട് സേവനം ചെയ്യുന്നു. പോലീസിൽ സേവനം ചെയ്യാം, ഫയർഫോഴ്സിൽ സേവനം ചെയ്യാന്ന, അങ്ങനെയാണ്. അതൊക്കെ സേവന. അതെല്ലാവർക്കും എന്ത് വേണമെങ്കിലും കൊടുക്കേണ്ട ആളുകളാണ് ഇവരൊക്കെ. ഞാൻ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല, ഡോക്ടറായിട്ട് സേവനം ചെയ്യുന്നു എന്നാണ് ശരിക്കും അതിൻ്റെ പ്രയോഗം. എങ്ങനെയാണ് അല്ലാഹു തആല ആ മൺമറഞ്ഞു പോയ ഇത് നേരത്തെ സ്ഥാപിച്ച ആരൊക്കെ ഉണ്ടോ അല്ലാഹു തആല അവർക്കൊക്കെ അവർ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്താക്കുമാറാവട്ടെ. പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വൈദ്യം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ അതിനൊക്കെ നല്ല കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഒരുപാട് കിതാബുകൾ ഈ വിഷയത്തിലുള്ളതാണ്. നമുക്ക് നമ്മൾ ഈ പിന്നെ അരിസ്റ്റോട്ടിലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ, അതുപോലെ ഫൈസാഗോറീസാണ് ശരിക്കും പൈതഗോറസായിട്ട് വന്നത്. ഞാൻ ഓൺലൈനിൽ ഇല്ലാത്തത് കൊണ്ട് അത്ര കൃത്യമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും വിവരമില്ലാത്ത വന്നിട്ട് ഈ പൊങ്കാലിടും. ഫൈസാഗോറീസാണ്. അതുപോലെ ഖൈലിദീസൊക്കെ ഇങ്ങനെ വന്നതെന്നുള്ളതിനെ പറ്റി ചരിത്രപരമായിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ ഈ വൈദ്യത്തെ പറ്റിയിട്ട് ലോകത്ത് ഞാൻ മനസ്സിലാക്കി കറക്റ്റാണെങ്കിൽ 20ഓളം അൽഫിയ എന്നുള്ള കിതാബുകളുണ്ട്. വ്യാകരണശാസ്ത്രത്തിലെ കൂടുതലുള്ളത്. അതിൽ പ്രസിദ്ധമാണ് വ്യാകരണശാസ്ത്രം ഇബ്നു മാലിക് തങ്ങളുടെ അൽഫിയ. നമ്മുടെ കേരളത്തിലൊക്കെ ഈ പൊന്നാനി സിലബസിലൂടെ പഴയ കാലത്ത് പള്ളി ദറസിലുള്ള കിതാബാണ്. അതിൽ വേറിട്ട് നിൽക്കുന്ന ഒരു അൽഫിയാണ് ഇമാം ഷഹവി തങ്ങളുടെ അൽഫിയത്തു തിബ്ബ്. അതിൽ ഈ ഫുള്ള് വൈദ്യമാണ്. സ്റ്റോണ്, സ്ട്രോക്ക് ഒക്കെ ഉണ്ട്. ഞാനൊരു ചെറിയൊരു ടിപ്സ് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ വന്നിട്ട്, അതായത് ഇപ്പോൾ സാധാരണ രീതിയിൽ കഴിഞ്ഞ ദിവസം എന്നോട് ഞാൻ പറയാൻ കാരണം, എനിക്ക് ഈ ചെറിയൊരു കുട്ടിക്ക് ക്ലാസ്സിലിരിക്കാൻ കഴിയുന്നില്ല, തല ചൊറിഞ്ഞിട്ട് ഭയങ്കര, അപ്പോൾ പേൻ്റെ ശല്യം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അതിനെന്തെങ്കിലും ഒരു പോകുമ്പോൾ നിങ്ങളെ കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഉണ്ടാക്കിക്കോളെന്ന് പറഞ്ഞു. മരുന്നുണ്ടാക്കാൻ ഇപ്പം എന്നെ കൊണ്ടുപോയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇമാം ഷഹവി തങ്ങളുടെ അൽഫിയയിൽ മായംനഉൽ ഖംല മഅസ്സിബാനി എന്ന് തുടങ്ങുന്ന ഒരു വരിയുണ്ട്. അതിൽ അഥവാ പേനെ തടയാൻ, അതുപോലെ ഈ ഈരിനെ തടയാൻ, അതുപോലെ പറ്റുപേന്നുണ്ടെന്നുണ്ട്, താടിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് അത് പറിച്ചിങ്ങ് എടുക്കണം. വല്ലാതെ അതിന് ആമപ്പേന്ന് പറയും, പറ്റുപേന്നൊക്കെ പറയാം.
ഇത് തടയാൻ ഏറ്റവും നല്ലത് അവർ പറയുന്നത്, ഇമാം ഷഹവി തങ്ങൾ പറഞ്ഞത്, ഈ സദാബിൻ്റെ നീര് ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് അതിൻ്റെ നീരെടുത്തിട്ട് അത് ചൂടാക്കി ആറിയതിനു ശേഷം തലയിൽ തേച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ പേൻ്റെ ശല്യം ഒഴിവാണ്. സദാബ് എന്ന് പറഞ്ഞാണെങ്കിൽ അരൂത അല്ല, എവിടെയൊക്കെ കിട്ടുന്നുണ്ടാവില്ല, അരൂത കിട്ടുന്ന സ്ഥലമല്ല അത്. വയനാട് മേഖലയിൽ എന്താട്ടോ തണുത്ത സ്ഥലത്തൊക്കെ നന്നായിട്ട് കിട്ടും അരൂത നല്ലതാണ്. അത് വേറെയും പ്രശ്നമുണ്ട്, ഈ അരൂത എന്നുള്ളത് സ്ത്രീകൾ തൊടുന്ന സമയത്ത് ഇത് വാടിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ വരുന്നത്. ചില മരങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പീരീഡ് സമയങ്ങളിലൊക്കെ തൊട്ടാണെങ്കിൽ അപ്പം അത് ഇതായിപ്പോവാം. അത് അതിൻ്റെ ശാസ്ത്രീയമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തോ ആവട്ടെ, അരൂതൻ്റെ നീര് നന്നായിട്ട് എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഏത് എണ്ണയാണോ തേക്കുന്നത്, എല്ലാവരും വെളിച്ചെണ്ണ ആയിക്കൊള്ളുന്നില്ല, ചില ആൾക്കാർ എണ്ണ തേക്കും, നല്ല എണ്ണ തേക്കലുണ്ട്. അതിൽ മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് എന്താക്കുക തലയിൽ തേച്ച ഇതിൻ്റേത് പോകുന്ന ഇമാം ഷഹവി റളിയല്ലാഹു തആല അൻഹു തൻ്റെ അൽഫിയത്തു തിബ്ബിൽ, ഈ അൽഫിയത്തു തിബ്ബ് OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഓതിയത് കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ദർസെന്ന, അത് എഴുതി കൊടുത്തന്ന് ഉപ്പയാണ്. എന്നോട് ഉപ്പ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, അത് വഫാത്തിനോടൊക്കെ അടുത്ത സമയത്ത് പറഞ്ഞ, നീ ആരടുത്തെങ്കിലും എന്നാ ഈ അൽഫി ഒന്ന് ഓതണം. ആ കിതാബ് ഞാൻ കുറേ പേര് ഉപ്പാൻ്റെ അടുത്ത് ഓതാൻ വേണ്ടിയിട്ട്, ആ കിതാബില്ല, അച്ചടിയിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഇപ്പം ഇങ്ങനെ പറഞ്ഞു പോയി എന്നുള്ള ആ കൗല് സാധിക്കാക്കാൻ വേണ്ടി ഈയിടെയായിട്ടാണ് ഒരാളടുത്ത് പോയിട്ട് അത് ഓതിയത്. ഇപ്പം അങ്ങനെ പറഞ്ഞല്ലോ, അൽഫിയത്തു തിബ്ബ് നല്ലതാണ്. ഇതൊക്കെ സംഭവം ഉണ്ടെന്ന് അറിയുമോ, ഈ മാലിയ ഹൂലിയ, അത് മാനസിക വിഭ്രാന്തിയെ പറ്റിയിട്ടൊക്കെ ഒരുപാട് മരുന്നുകൾ, നല്ല വൈദ്യമാരായ ആളുകൾ, അല്ലെങ്കിൽ അതിനൊക്കെ പഠിക്കുന്ന ഈ BAM പഠിക്കുന്ന കുട്ടിയൊക്കെ ആ കിതാബ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്താക്കണം അതോതണം. യൂനാനി പഠിക്കുന്ന ആളുകൾ എന്താക്കണം ഓതണം. فالبول حبسوه يورث الحساء ويورث الأمراض أيضا في الخصاء. فالبول حبسوه يورث الحساء ويورث الأمراض أيضا في الخصاء. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മൂത്രയിക്കുക എന്നുള്ള സ്വഭാവം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന എന്താ അറിയുക, ഇനി സ്കൂളാണെങ്കിലും മദ്രസയിലാണെങ്കിലും വിദ്യാർത്ഥിനികളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് സ്റ്റോണ് വരാന്നല്ല മത വയൂരില്ല അമ്രാല ഐലം ഫിൽഹുസ, അഥവാ മറ്റു രോഗങ്ങളും വൃഷണത്തിന് വരെ വേദന ഉണ്ടാക്കും. അത് മാത്രമല്ല ബലക്ഷയം ഉണ്ടാക്കുകയും അതുവഴി പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുകയും ചെയ്യും. ഇമാം ഷഹവി തൻ്റെ അൽഫിയെ കൊടുത്തതാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഗ്രന്ഥം നമ്മൾ ആ വഴിക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കണ്ടതല്ല ലോകം. അതൊക്കെ അപ്പോഴുള്ള ആളുകൾ, അതാ ഞാൻ പറഞ്ഞത്, വൈദ്യരെ പറ്റി പറഞ്ഞപ്പോൾ എത്ര ഇൽമുകൾ അവരെ കയ്യിലുണ്ടാകും. ഞങ്ങൾ വീട്ടിൽ അപസ്മാരത്തിൻ്റെ നെയ്യ് ഉണ്ടാക്കലുണ്ട്, പാരമ്പര്യമായിട്ട് കിട്ടിയ. അത് പൈസക്ക് കൊടുക്കലല്ല കേട്ടോ, അത് സേവനമായിട്ട് ഓരോരുത്തരിങ്ങനെ വരുമ്പം കൊടുക്കുക. ക്യാഷിന് കൊടുക്കാൻ കഴിയില്ല, കാരണം അത്രയും മൂല്യമുള്ള വിലപിടിപ്പുള്ള മരുന്ന് അതിൽ ചേർക്കല്. വന്ന ആളുകൾക്ക് കൊടുക്കുക ചെയ്യുക. ആ ഉപ്പപ്പാരിങ്ങനെ കൈമാറുന്ന അങ്ങനെ ഈ വൈദ്യരെടുത്തോ അപ്പുട്ടി വൈദ്യരെടുത്തൊക്കെ എന്തൊക്കെ സംഭവം ഉണ്ടാവും. ഞാൻ പറഞ്ഞതിൻ്റെ യുവതലമുറയോട് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവരുടെ കയ്യിലുള്ള അറിവുകൾ എന്താക്കണം നമ്മൾ ശേഖരിച്ച് അത് വെക്കണം. അതിലൊരു ഇത് കാണണം. ഇൻഷാ അല്ലാഹ് വരും വർഷം ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ, അള്ളാഹു റാഹത്താക്കുമാറാവട്ടെ. ഒരൊറ്റ കാര്യം ഉണർത്താം, അരൂതട്ട വെളിച്ചെണ്ണ യാതൊരു രീതിയിലും തൊള്ളയിലേക്ക് അത് വെക്കരുത്. അത് വയറ്റിലേക്ക് കുടിക്കാനുള്ളതല്ല, അരൂതുള്ളത് കൊണ്ട് തന്നെ വയറ്റിലേക്ക് എത്തിയ പ്രയാസമാണ്. അത് മുകളിൽ ഇപ്പോൾ അപസ്മാരത്തിൻ്റെ നെയ്യ് തന്നെ അരൂതട്ടതാണെങ്കിൽ സന്തുക്കളിൽ പുരട്ടാനേ പറ്റുള്ളൂ, മറ്റേ പറ്റൂല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അടുത്ത വർഷം ഇതുപോലെ ഒരുമിച്ചുള്ള അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഓരോ വർഷവും നമ്മൾ ഇൻഷാ അല്ലാഹ് ഓരോ വർഷം നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള അരി ഇവിടുന്ന് ഉണ്ടാക്കിയാലല്ലേ, അങ്ങനെ തന്നെയല്ലേ? ഇൻഷാ അല്ലാഹ് അതെല്ലാവരും തരാറുമുണ്ട്. വലിയ സന്തോഷത്തോടു കൂടി തരല, അതൊരു വലിയൊരു കാവലും കൂടിയാണല്ലോ. അടുത്ത വർഷം വരെയുള്ള വലിയൊരു ഹിമായത്താണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആദ്യത്തെ ഒരു ചാക്ക് നെയ്ച്ചോറിന് അരിയല്ലേ, ബിരിയാണി അരി എത്രയാണ് വരുന്നത്? 3500 റുപ്യയാണ്. ഇവിടെ വില കുറവല്ലേ. ആദ്യത്തെ ഒരു ചാക്ക് ആരാണുള്ളത്? ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് റഹ്മാനെ നീ ആഫിയത്തുള്ള, എനിക്കറിയാം ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. അവരെ പരമ്പരയിലേക്ക് റബ്ബേ
ഈ മാസം റജബ് മാസത്തിൽ അവരുപ്പാൻ്റെ ആണ്ടുകൂടി റഹ്മാന് അവരെ ദർജനെ ഉയർത്തി കൊടുക്കണേ അല്ല. അവരുപ്പ പരമ്പരയും ഉമ്മ പരമ്പരയിലും അവരെ ഭാര്യൻ്റെ ഉമ്മ പരമ്പരയിലും ഉപ്പ പരമ്പരയിലും ആരൊക്കെ മരണപ്പെടുന്നു ഖബറുടെ നീ വിശാലമാക്കണേ അല്ല. സ്വർഗീയ അനുഭൂതി ലഭ്യമാവുന്ന കൂട്ടത്തിലാക്കണേ അല്ല. എത്രയാ കറിയാൻ വേണ്ടി? രണ്ടാമത്തെ ധാരാളത് മാഷാ അല്ലാ. ഓർ റഹ്മാന് ആ ചിരിച്ചുകൊണ്ടാണ് തരുന്നത്. ആ റിഫായി തങ്ങളെ മജ്ലിസിലേക്കാണല്ലോ. റിഫായി തങ്ങളായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഫഖദ് നാലൽ മുനാകുല്ലഹു വസൂല വന്യാമി, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തആല വീട്ടിൽ തരുമെന്നാണ് ചോദിക്കുന്നത്. റബ്ബ് തരും. റഹ്മാൻ അതെല്ലാ നിലക്കുള്ള ഖൈറാത്തുകൾ നൽകണേ അല്ലാ. അടുത്ത കൊല്ലത്തേക്ക് ഒരു ഉമ്മ മരിച്ച് മാസമാണ്. നോക്കങ്ങൾ ആ പറയുമ്പം തന്നെ ഓരോ മനസ്സുമില്ലാതെ റബ്ബേ അൽ വലതു സിറുൽ വാലിദ്, ഒരു മകൻ എന്നുള്ളത് അത് മാതാപിതാക്കളുടെ രഹസ്യമാണത്. ഉപ്പാൻ്റെ രഹസ്യമാണ് ശരിക്കും. അതുണ്ടാവും. നമ്മളങ്ങനെ കാണിച്ചാൽ നമ്മളെ മക്കളും ഇതാക്കും. ഞാനിപ്പോൾ ഉപ്പാൻ്റെ ഖബറ് സിയാറത്ത് ചെയ്യുമ്പോൾ മക്കളെ കൂട്ടും, എന്നിട്ട് അവിടെ നിർത്തിച്ചിട്ട് ഒക്കെ ചെറിയ മകനെ വരെ കൊണ്ടുപോകും. നമ്മൾ പോയി കിടക്കുമ്പോഴേറ്റിൽ വരണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അൽ മയ്യത്തു ഫിൽ ഖബ്രി ഖലാരിക്ക് നീന്തം കിട്ടാത്തൊരവസ്ഥയല്ലേ. അന്നേരം ഒരു നൂല് കിട്ടിയാൽ രക്ഷപ്പെടുന്നല്ലോ. അല്ലാ, നീ ഒരു ഉമ്മാൻ്റെ ഖബർ റജബിലാണ് പോയത്. റബ്ബേ നീ ദർജ നീ ഉയർത്തണേ അല്ലാ. അല്ലാ അവരെല്ലാം മജ്ലിസ് നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. മൂന്നാമത്തെ ചാക്കാരുള്ളത്, മൂന്നാമത്തത് എടുക്കാൻ പറ്റുക അൽഹംദുലില്ലാ. ഓർ നമ്മൾ ഹുസൈനാജിക്ക് കഴിഞ്ഞ വർഷം നിൽക്കലല്ലേ അല്ലേ? റഹ്മാനെ കബൂലാക്കണേ അല്ലാ. അടുത്ത വർഷത്തേക്ക് 3500 റുപ്യ ഓരോ സമ്പാദ്യത്തിൽ നിന്ന് റിഫായി തങ്ങളുടെ മജ്ലിസ് നടത്താൻ വേണ്ടിയിട്ട് അങ്ങ് കൊടുക്കുകയാണ് അല്ലാ. അത് അവർക്കും അവരെ പരമ്പരക്കും വലിയ കാവലാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. പരമ്പരയിൽ മരണപ്പെട്ടവർക്ക് അവൻ്റെ സദഖ നീ എത്തിക്കണേ അല്ലാ. നാലാമത്തത് അതിന് വേണ്ടി 4 അല്ലേ? 4 അവിടെ റഹ്മാനിനെ ആഫിയത്തുള്ള ദീർഘാസിനി പ്രദാനം ചെയ്യണേ അല്ലാ. അവർ ലക്ഷ്യം നീ പൂർത്തീകരിച്ച് കൊടുക്കണേ അല്ലാ. എല്ലാ നിലക്കുള്ള ഖൈറാത്തുകൾ നീ നൽകണേ അല്ലാ. ഭയങ്കര ഫഖദ് അങ്ങനെ തന്നെ റിഫായി മൗലൂദിൽ എടുത്തു നോക്കിക്കണം. ഫഖദിനാലൽ മുനാകുല്ലഹു വസൂല വന്യം, എല്ലാ ആഗ്രഹങ്ങളും കിട്ടുന്ന. ഞാൻ പറയൽ തന്നെ കത് എന്നുള്ള ഹർഫ് മാതിയിൽ വന്ന് തഹക്കീക്ക അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റും. റബ്ബെ അക്കൂട്ടത്തിൽ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റാഹത്താക്കണേ അല്ലാ. അവരെ പരമ്പരയിൽ മരണപ്പെട്ടവർ ഖബറിനെ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. 4 അല്ലേ? 4 1 2 3 4 അല്ലേ? അഞ്ചാമത്തത് അവിടെ അൽഹംദുലില്ലാ അല്ലേ? അഞ്ചാമത്തത് റഹ്മാനെ ഖബൂലാക്കണേ അല്ലാ. എല്ലാ നിലക്കുള്ള ഖൈറാത്തുകൾ നീ നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അവരെയും ഞങ്ങളേക്ക് നീ കാക്കണേ അല്ലാ. അവരെ പരമ്പരയിൽ മരണപ്പെട്ടവരുടെ ഖബറിടം നീ സ്വർഗീയ അനുഭൂതി ലഭ്യമാവുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ ക്ഷുദ്ര ജീവികളുടെ ഈ കടീനെ തൊട്ടും ഊത്തിനെ തൊട്ടൊക്കെ നീ കാക്കണേ അല്ലാ. സിഹിറിനെ തൊട്ടും മൈനെ തൊട്ടും നീ കാക്കണേ അല്ലാ. ആറാമത്തെ അല്ലേ? ഒടുവിലത്തെ ചാക്കാണ്, ഏറ്റവും ലാസ്റ്റ്. ആറാമത്തെ ചാക്കാണ് ഇനി വേണ്ടത്. ആരെ പറ്റുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ഏറ്റവും ലാസ്റ്റ് ആറാമത്തെ ചാക്കില് 5 ആറാമത്തെ ഒരൊറ്റ ചാക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്ക് ഒരു ചാക്കിൻ്റെ മനസ്സാലെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആരാണോ മരണപ്പെട്ട അവർക്ക് വേണ്ടി ഹദിയായിട്ട് ഞാൻ ആ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞ ഒരൊറ്റ ആളും കൂടി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റാഹത്തായില്ലെങ്കിൽ പക്ഷെ അത് ഇവിടെ തന്നെ ഉണ്ട്. റഹ്മാനി കബൂലാക്കണേ അല്ലാ. റാഹത്താക്കണേ അല്ലാ. ലക്ഷ്യങ്ങളിൽ പൂർത്തീകരിച്ചു കൊടുക്കണം. 6 ചാക്ക് മതി അല്ലേ? അതുപോലെ 1.5 കിൻഡൽ ഇറച്ചിയാണ് ആകെ. കോഴിയാണ് ഇവിടെ വെക്കാറുള്ളത്. അതൊരു കിലോന് 200 റുപ്യ വരുള്ളൂ. അത് 1.5 കിൻഡൽ ആകെ വേണ്ടിയുള്ളൂ. അത് 10ഉം 5ഉം ഒക്കെ പറയുന്നാൽ പറ്റൽ അത്ര അതെ ആകെയുള്ള 10 കിലോന് വരെ 2000 റുപ്യ, 5 കിലോന് 1000 വരുള്ളൂ. ഒരു 10 കിലോനായിട്ട് പറ്റുന്ന ആൾ സ്ത്രീകളുടെ ഭാഗത്തുള്ള ആൾക്കാരെ ഇവിടെ എഴുതിയാൽ മതി ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരു 5ഉം 10ഉം കിലോ എല്ലാ സഹോദരിമാരും ഏറ്റെടുക്കുക ഇൻഷാ അല്ലാഹ്. സമയം 10 ഇവിടെ അൽഹംദുലില്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ റാഹത്താക്കണേ അല്ലാ.
എല്ലാ നിലക്കുള്ള ഹൈറാത്തിൽ നീ നൽകണമല്ല. ഇനി ആകെ 140 വേണ്ടിയുള്ളൂ. അടുത്തൊരു 10 എടുക്കാൻ പറ്റിയവരുണ്ടെങ്കിൽ കൈപൊക്കിക്കോളി ഇൻഷാ അല്ലാ. അവിടെ അൽഹംദുലില്ലാ നീ കബൂലാക്കണേ അല്ല. അവരുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ല. റിഫായി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റഹ്മാൻ അവർക്കും അവർ പരമ്പരക്കും പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. വീട്ടിൽ 145 വർഷമായി മുറിയാതെ റിഫായി ഹൽക്ക നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. റഹ്മാൻ ഖിയാമ നാളെ വരെ നിലനിർത്തണേ അല്ലാ. ഇനി നമുക്ക് വേണ്ടത് 130 വേണ്ടത്. അതിൽ അടുത്ത ആളാരുള്ളത് ഓറ്. അൽഹംദുലില്ലാ. റഹ്മാൻ നീ റാഹത്താക്കണേ അല്ലാ. എല്ലാ നിലക്കുള്ള ഹൈറാത്തുകൾ നീ നൽകണേ അല്ലാ. ഇനി വേണ്ട 120. അതിലേക്ക് അടുത്ത ഓറ്. അൽഹംദുലില്ലാ നീ റാഹത്താക്കണേ അല്ലാ. 10 കിലോനാണ് ഏറ്റെടുത്തത് റബ്ബേ. എല്ലാ നിലക്കും ഈ വർഷം മുഴുവനും റജബ് മാസത്തിലാണല്ലോ റബ്ബെ ഈ പറയുമ്പോഴത്തേക്ക് നൽകുന്നത്. നീ ഏറ്റി കൊടുക്കണേ അല്ലാ. ബറക്കത്ത് കൊണ്ട് വല്ലാതെ സമൃദ്ധമായൊരു മാസമാണല്ലോ റജബ് എന്നുള്ളത് റബ്ബേ. നീ ഏറ്റി കൊടുക്കണേ അല്ലാ. ഇനി അടുത്ത 10 50 കിലോനാണ് അല്ലേ? 50 കിലോനിലെ ഒടുവിലത്തെ 10 പറ്റുന്ന ആൾക്കാർ 5 പറ്റുന്ന പോലെ 5 പറഞ്ഞാൽ മതി. എത്രയും ആരെങ്കിലും ഉണ്ടാ 50 കിലോ ഏറ്റെടുക്കുന്ന? അതായത് എഴുതിയെടുക്കുന്നുണ്ടല്ലേ? സ്ത്രീകളുടെ ഭാഗത്ത് എഴുതുന്നുണ്ട്. എല്ലാവരും ഇരിക്കുന്ന സഹോദരിമാർ മൊത്തം ഒരു 5 10 കിലോ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് കേട്ടോ. ഇനി ഒന്നുമില്ലെങ്കിൽ അതവിടെ 10 5. അൽഹംദുലില്ലാ. റഹ്മാനെ കബൂലാക്കണേ അല്ലാ. റാഹത്താക്കി കൊടുക്കണേ അല്ലാ. അവർക്ക് എല്ലാ നിലക്കുള്ള സാമ്പത്തിക അഭിവൃദ്ധി നീ ഏറ്റി കൊടുക്കണേ അല്ലാ. അവരുദ്ദേശിച്ച എല്ലാ പ്രൊജക്റ്റുകളും നീ വിജയിപ്പിച്ച് കൊടുക്കണേ അല്ലാ. 50ലേക്കുള്ള 5 കിലോനാണ് ഇനിയുള്ളത്. അതായത് 5 10 ഉണ്ടെങ്കിൽ എത്ര? 5 10. അൽഹംദുലില്ലാ. റഹ്മാനി റാഹത്താക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. എല്ലാ നിലക്കുള്ള അവിടെ ഒരു 10. അൽഹംദുലില്ലാ നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. എല്ലാ നിലക്കുള്ള ഹൈറാത്തുകൾ നീ നൽകണേ അല്ലാ. പ്രയാസപ്പെടുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ. ഇനി ആകെ 55 കിലോനെ ആവശ്യമുള്ളൂ അല്ലേ? 5 ഒരു 5. അൽഹംദുലില്ലാ റാഹത്താക്കണേ അല്ലാ. 80 കിലോ ഇനി ആകെയുള്ളൂ റബ്ബേ. അവരുടെ ഉദ്ദേശങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. 8 ആൾ വിചാരിച്ചത് കഴിഞ്ഞിട്ടോ. അതിലൊരാൾ ഒരു 10 കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ 5 മതി ഇൻഷാ അല്ലാ. അടുത്ത വർഷത്തേക്ക് റഹ്മാനെ അപകടങ്ങളെ തൊട്ടും വാഹന അപകടങ്ങളെ തൊട്ടും പെടുന്നതിനുള്ള മരണങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ഉമ്മ ഔവൽ മുഅ്മിനീൻ ഉപ്പ റസൂലിൻ അൽ അമീൻ. ഉമ്മ ഔവൽ മുഅ്മിനീൻ ഉപ്പ റസൂലിൻ അൽ അമീൻ. തിങ്കളിലെന്നും സയ്യിദീൻ വരവായി തരവായി അൽ അമീൻ. തിങ്കളിലെന്നും സയ്യിദീൻ വരവായി തരവായി അൽ അമീൻ. യാ ഫാത്തിമ നൂറാനി യാ സഗ്റൻ സഗ്റാനി യാ ഫാത്തിമ നൂറാനി യാ സഗ്റൻ സഗ്റാനി. അമ്പിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ. അമ്പിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ. ബിബി സുഹറ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ. ബിബി സുഹറ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ. അടുത്ത 5 10 ഉള്ള ആൾക്കാർ ഒന്ന് കൈപൊക്കിയാൽ മതി ഇൻഷാ. എന്നിട്ട് ദ്വാരക്ക ഒറ്റ ആൾ കൂടി കഴിഞ്ഞ. ആരെങ്കിലും ഉണ്ട് പെണ്ണുങ്ങളുടെ ഭാഗത്തോ? ഉണ്ടല്ല. ആരെങ്കിലും ഉണ്ട് ആണുങ്ങളുടെ ഭാഗത്ത് ലാസ്റ്റ് എടുക്കാൻ പറ്റിയ ആരെങ്കിലും? റഹ്മാന് നീ ഞങ്ങളൊക്കെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. റാഹത്താക്കണല്ല. ഇൻഷാ അല്ലാ. സ്ത്രീകളുടെ ഭാഗത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന റഹ്മാന് എല്ലാ നിലക്കും എല്ലാ ഹൈറാത്തുകളും സഹോദരന്മാർക്ക് നീ നൽകണേ അല്ലാ. വരും വർഷം ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും പെടുന്നതിനുള്ള മരണങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഷെൽവിരുന്നിൽ ഇതുപോലെ മുട്ടാൻ വരുന്നൊരു ചെറിയ മോനുണ്ട്. വലിയ വയസ്സൊന്നുമില്ല, ചെറിയ പ്രായമാണ്. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ എന്താ വെച്ചാൽ അറ്റാക്ക് വന്നിക്ക്.
അപ്പം ഞാനതുവരെ വിചാരിച്ച് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രായമായാൽ വരുന്ന സംഭവമാണ്. ICUലൊക്കെ കിടത്തി അല്ലാ റഹ്മാനി കാക്കണേ അല്ലാ, എല്ലാ നിലക്കുള്ള ഹൈറാത്തുകൾ നീ നൽകണേ അല്ലാ, ഈ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളൊക്കെ നീ കാക്കണേ അല്ലാ. ഹജ്ജിന് പോകുന്ന ഒരാളുണ്ട്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ, അവർക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. പോരെ എല്ലാവരും എൻ്റെ സഹോദരിമാർ എല്ലാ വർഷവും ഷാലത് ഇവിടെ നടത്തണം. ഒരുപാട് മജ്ലിസുകൾ നടക്കുന്നുണ്ട്, റിഫായി ഹൽക്കയുടെ പള്ളികളിൽ നടക്കുന്നുണ്ട്, മൗലൂദായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഇപ്പോൾ ഞങ്ങളെ കീ തന്നെ ഉണ്ട്, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ ഫിജിയിൽ, ന്യൂസിലാൻഡിൽ, ഓക്ക്ലാൻഡ്, ബ്രിസ്ബണിൽ, മെൽബണിലൊക്കെ നടക്കുന്നുണ്ട്. പള്ളികളിലുണ്ട്, ഖാനകളിലുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ വിപുലമായ സദസ്സുകൾ നടക്കുന്നത്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ ഒരു റാത്തീബ് ഇൻഷാ അല്ലാഹ് നമുക്കത് നിലനിർത്തി കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളും കൂടെയൊക്കെ ഇരിക്കും. കുറച്ച് ഒന്ന് പറയുന്ന അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ, അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. ഓ ഇൻഷാ അല്ലാഹ് ഈ റാത്തീബ് അതിനെപ്പോഴും ഒരു മുഖദ്ദിമ നല്ലതാണ്, അത് നടത്താൻ ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഹൽക്കൻ്റെ പ്രകാരം അത് മുന്നോട്ട് കൊണ്ടുപോയി ഒരു മാസം നിശ്ചയിച്ചിട്ട് ഇൻഷാ അല്ലാഹ്, ദിവസം നിശ്ചയിക്കണമെന്നില്ല, അതിനനുസരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇയർലി ഇത് നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം ഹൽക്കകൾ ഇൻഷാ അല്ലാഹ് നടക്കുന്നുണ്ട്. അത് നടത്താനുള്ള ഒരു സമ്മതം യൂസുഫ് ഉസ്താദിന് ഇൻഷാ അല്ലാഹ് ഞാനതിൻ്റെ സമ്മതം എനിക്ക് എൻ്റെ ഉപ്പയിൽ നിന്ന് കിട്ടിയ പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അജസ്തുലക ഇജാസത റാത്തിബി റിഫാഇയ കമാ അജാസനി അബി വ മഷായിഖി റളിയല്ലാഹു തആല അൻഹു. ഈ സ്ഥലത്ത് വെച്ചിട്ട് ഈ ഹൽക്ക ഇതുപോലെ കൊണ്ടെടുക്കാനുള്ള ഒരു സമ്മതം ഞാൻ യൂസുഫ് ഉസ്താദിന് ഇൻഷാ അല്ലാഹ് ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. الحمد لله رب العالمين. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഇന്നിവിടെ ഫാത്തിഹ മഅ്വദൈനോട് കൂടി തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും നീ സ്വീകരിക്കണം അല്ലാഹ്. ഇൽമ് പറഞ്ഞത് കേട്ടത് എല്ലാം നീ ഖബൂലാക്കണം അല്ലാഹ്.